guys, welcome back to my channel. This is me Rananji Mashraf. അപ്പോൾ നമ്മളെല്ലാവരും എക്സാമിനൊക്കെ വേണ്ടി പഠിക്കുമായിരിക്കും അല്ലേ. ഞാൻ ഇതേ രാത്രി എന്റെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂളിട്ട് വന്നു പഠിക്കാനിരിക്കുവാണ്. അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള കുറച്ച് അടിപൊളി സ്റ്റഡി ടിപ്സ് ഒക്കെ പറഞ്ഞുതരാന്ന് വെച്ച് വന്നേക്കാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പൊ എക്സാം ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറെ പേർക്ക് എനിക്ക് കുറെ പഠിച്ചു തീർക്കാറുണ്ട്. ആ സബ്ജക്ട് എനിക്ക് ടഫാണ്, പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്ജക്ട് ടഫാണെന്നുള്ള ആ ഒരു ചിന്ത മാറ്റുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഏതൊരു സബ്ജക്ട് ടഫായി തോന്നുന്നു നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ചിലരൊക്കെ അടുത്ത് കമന്റിൽ ചോദിക്കാറുണ്ട് മാത്സ് ഭയങ്കര ടഫാണ്, മാത്സ് എങ്ങനെ പഠിക്കും, പേടിയാവുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഭയങ്കര ടഫ്, മാത്സിനെ നമ്മൾ പേടിക്കുന്നതുകൊണ്ടാണ്. എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. എനിക്ക് മാത്സ് ആണ് ടഫ്, കാരണം നമ്മളൊക്കെ മാത്സിനെ പേടിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ മാത്സ് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഏതൊരു സബ്ജക്റ്റും നമുക്ക് ടഫായി തോന്നുന്നു അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സബ്ജക്റ്റും പോലെ മാത്സും പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ അത് പഠിക്കാൻ പറ്റും. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ടഫ് ആകത്തില്ല. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാത്സിൽ ഒരുപാട് പഠിക്കേണ്ട കാര്യമില്ല, ബാക്കിയൊക്കെ തിയറി പഠിക്കണം. ഇത് ജസ്റ്റ് കോൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് ഒന്നും പഠിക്കാതെ തന്നെ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഈ പലരും നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ അവർ ബാക്കിയുള്ള സബ്ജക്റ്റിൽ മാർക്ക് എടുക്കില്ല, മാത്സിലൊക്കെ പെട്ടെന്ന് എടുക്കും. കാരണം ഒന്നും പഠിക്കാതെ കോൺസെപ്റ്റ് അറിയാം, പ്രോബ്ലംസ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ മാത്സിൽ അധികം നമുക്ക് ടഫ് ആക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ മാത്സ് ചിലവർക്ക് പെട്ടെന്ന് തലേ കയറും, എന്നാൽ ചിലവർക്ക് ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും അങ്ങനെ മാത്സ് ഒക്കെ പെട്ടെന്ന് ക്ലിക്ക് ആവാൻ. അപ്പൊ അങ്ങനെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടെ ടീച്ചറോട് ചോദിച്ചിട്ട് പോയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ടീച്ചർ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, പെട്ടെന്ന് പഠിപ്പിച്ച് പോയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ആ ബേസിക്സ് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് കുറെ മാത്സ് ടഫ് ആകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മാത്സിൽ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനുശേഷം നമ്മൾ സ്വയം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, നമ്മൾ സ്വയം ട്രൈ ചെയ്യുക സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. നല്ല രസമാണ് ഗൈസ്, ബോർന്നടിക്കില്ല, ഗെയിം കളിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്തപ്പോ വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് നമ്മുടെ മാത്സിൽ എടുത്ത് നോക്ക്. ചിലപ്പോൾ നമുക്ക് ആ ഒരു ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഈസി ആയ പോലെ തോന്നും. അങ്ങനെ ഏതൊരു സബ്ജക്റ്റിനെയും പേടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ടഫ് ആകത്തില്ല. ഇപ്പൊ നിങ്ങൾ ഇതെന്നല്ല, ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇത്രയാണ്, ഞാൻ കൂടുതൽ മാത്സിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി മാത്സിനെ പേടിയാകുന്നത് അതിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ, പക്ഷെ യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മാത്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങളിപ്പം ഏതൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഏതൊരു ജോലി നേടണമെന്നാണ് ആഗ്രഹമുള്ളതെങ്കിലും നമ്മൾ ചെയ്യേണ്ട എല്ലാവരും സൈക്കോളജിക്കലായിട്ടൊക്കെ നമ്മൾ അധികം പേരും പറയുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്. 1, നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുക. 2, നമ്മൾ അതിനെ ഇഷ്ടപ്പെടുക. 3, നമ്മൾ അതിനെ പേടിക്കാണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ആഗ്രഹിച്ച് നമ്മൾ പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അത് നേടാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നമുക്കത് നേടാൻ സാധിക്കും. അതായത് പേടിയും ടെൻഷനും നമുക്ക് ഒട്ടും പാടില്ല ഗൈസ്. നമ്മൾ അതിനെ പേടിച്ചാ പോയി, നമ്മൾ വളരെ കൂളായിട്ട് അതിനെ നേരിടാൻ ശ്രമിക്കണം. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഗൈസ്, എനിക്ക് എന്തായാലും ബോർഡും അതുപോലെ പിന്നെ ഞാൻ ബെഡിൽ നിന്നാണ് പഠിക്കുന്നത്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, മാർക്കറും പിന്നെ എനിക്ക് വേണ്ട മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ഇത് 3 ഉണ്ട്. ഞാൻ ഫുൾ ഇരുന്നേക്കാണ് സെറ്റ് ആയിട്ട്, എന്നിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ അതുപോലെ നിങ്ങളും ചെയ്യാം. കുറെ പേരൊക്കെ പറയും എനിക്ക് സമയമില്ല, എനിക്ക് ട്യൂഷൻ ഉണ്ട്, മദ്രസ ഉണ്ട്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അത് നിങ്ങൾ കണ്ടെത്തുവാണ് വേണ്ടത്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത്രയ്ക്ക് തിരക്കുള്ള ആളാണ്, പല ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കുന്ന സമയം അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കണം. അതായത് ഞാൻ പറഞ്ഞില്ലേ മുമ്പത്തെ വീഡിയോയിൽ, അതായത് നമ്മൾ ഇപ്പൊ എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പ് എങ്ങനെയാ പഠിക്കുക, അതുപോലെ ആ ഒരു മൈൻഡ് വെച്ച് നമ്മൾ പഠിക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അത്രയ്ക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം, എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പ് പഠിക്കുന്ന പോലെ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ സമയമില്ലാത്തവർ ഇങ്ങനെ ചെയ്യുക, അല്ലാത്തവർക്ക് മാക്സിമം ടൈം നമ്മൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ കുറെ പേര് 10th വീഡിയോ ചെയ്യോ, +1 ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നത്. 10th ഞാൻ മുമ്പ് ചെയ്ത പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ട് എന്റെ ചാനൽ ഓൾറെഡി, അത് കണ്ടാൽ മതി, നല്ല യൂസ്ഫുൾ ആണ്. +1 ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോസ് ഉണ്ട്, പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റഡി ബ്ലോഗ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കാം. അപ്പൊ അതിൽ ഞാൻ പഠിച്ച എങ്ങനെയാ, എന്റെ ഗൈഡ് ഏതാ, എന്റെ ഇതെങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. 9th 8th ഉള്ളവരൊക്കെ ആണെങ്കിൽ 9th 8th ഉള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ 10th വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അതേപോലെ തന്നെയാണ് അതിലെ സ്റ്റഡി പ്ലാനും ടിപ്സും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എങ്ങനെയാ പഠിക്കുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചില്ല. കുറെ പേര് വീണ്ടും ചോദിക്കുന്നു ഞാൻ എങ്ങനെയാ പഠിക്കാറെന്ന്. സോ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഫിഗർ തൊട്ടാണ് ഇപ്പൊ ഡിഫ്രാക്ഷൻ അറ്റ് സിംഗിൾ സിറ്റി, ഇതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ എന്തായാലും നമുക്ക് അതിൽ വേണമല്ലോ. ഇതാണ് ഈ എക്സ്പെരിമെന്റിനെ കുറിച്ചുള്ള ഫിഗറാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫിഗർ ഒന്ന് നോക്കി വരയ്ക്കും. ഇപ്പൊ നോക്കി വരയ്ക്കുന്ന പാർട്ട് ഞാൻ ചെയ്യുന്നില്ല, സമയം എടുക്കുമല്ലോ. അതിനുശേഷം ഈ താഴെയുള്ള ഈ സെന്റൻസ് ഞാൻ എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത്, കൺസിഡർ മോണോക്രോമാറ്റിക് ലൈറ്റ്. അപ്പൊ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ
നാരോ സ്ലിറ്റ് AB. അപ്പൊ ഈ ഫിഗർ വെച്ച് ഞാൻ എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. മൂന്നാമത്തെ തവണ ഞാൻ എന്താ ചെയ്യാച്ചാല് അത് എനിക്ക് എഴുതി നോക്കും കാണാതെ. അപ്പൊ അതാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഇപ്പൊ കൺസിഡർ എ, അതായത് ഇപ്പൊ ആ ഫിഗർ വരയ്ക്കൂട്ടോ, ആ ഫിഗർ ഞാൻ വരയ്ക്കും, അതിന് ശേഷമാണ് ഇത് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ തവണ ഞാൻ സാധാരണ ഈ ഒരു കാര്യം ചെയ്യാറില്ലായിരുന്നു. മുമ്പ് പഠിക്കുമ്പോൾ ഞാനിത് കാണാതെ പറഞ്ഞു നോക്കിയിട്ട് പിന്നെ നിർത്താറാണ്. ഈ ബോർഡ് കിട്ടിയ ശേഷം പിന്നെ ഞാൻ ഇതിൽ എഴുതി നോക്കും. നല്ലതല്ലേ, അത്രയും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ പോലെയാണ്. ഇങ്ങനെയാണ് ഞാൻ എല്ലാം ചെയ്യാറ്. മോണോക്രോമാറ്റിക് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ എ നാരോ സ്ലിറ്റ് AB ഓഫ് വിഡ്ത്ത് A അങ്ങനെ പറഞ്ഞിട്ട് എഴുതും. എ സ്ക്രീൻ XY is placed at a distance capital D from the slit അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എഴുതും. ഓൺ ദി സ്ക്രീൻ വി ഗെറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ അങ്ങനെ പറഞ്ഞിട്ട് അത് എഴുതി നോക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇപ്പൊ മാത്സ് ആണെങ്കിൽ എന്താ, ഒന്നുമില്ലാതെ ആ കോൺസെപ്റ്റ് എന്താ ജസ്റ്റ് അല്ലെങ്കിൽ ഇക്വേഷൻ എന്താ അത് പഠിച്ചതിന് ശേഷം പ്രോബ്ലംസ് എടുക്കും. ഇത് ഇങ്ങനെ ചെയ്ത് പോകും. പിന്നെ ഏതെങ്കിലും ഒന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉള്ള ഏതെങ്കിലും ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ടെങ്കിൽ അത് ഞാൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറയുന്നതിനിടെ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പൊ ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിൽ ഡിഫറൻസ്. ഇന്റർഫറൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് 2 വേവ്സ് ഫ്രം 2 കൊഹറന്റ് സോഴ്സസ്. അതായത് 2 കൊഹറന്റ് സോഴ്സിൽ നിന്നുള്ള 2 വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ കാരണമാണ് ഇന്റർഫറൻസ് ഉണ്ടാകുന്നത്. ഡിഫ്രാക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് സെയിം വേവ്. അതായത് സെയിം വേവിൽ തന്നെ ഡിഫറെന്റ് പാർട്സ് അതായത് സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ സൂപ്പർ പൊസിഷൻ കാരണം, അതായത് സെയിം വേവിലെ ഡിഫറെന്റ് പാർട്സിൽ നിന്നാണ് ഈ ഡിഫ്രാക്ഷൻ ഉണ്ടാവാനുള്ള കാരണം. അതായത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി സെയിം വേവ്. അതാണ് ഇന്റർഫറൻസ് ഡിഫറൻസ് തമ്മിൽ ഒരു ഡിഫറൻസ്. അപ്പൊ ഇന്റർഫറൻസ് എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് 2 വേവ്സ് ഓഫ് 2 coherent sources. 2 waves from 2 coherent sources. In a diffraction, it is due to the superposition of secondary wavelets from different parts of same wave. അങ്ങനെയാണ്. ഇന്റർഫറൻസ് വരുമ്പോൾ ഫ്രിഞ്ചസ് ആർ ഓഫ് ഈക്വൽ വിഡ്ത്ത്, ഡിഫ്രാക്ഷന്റെ ഫ്രിഞ്ചസ് ആർ ഓഫ് അൺഈക്വൽ വിഡ്ത്ത്. ഇന്റർഫറൻസിൽ ഡാർക്ക് ഫ്രിഞ്ചസ് ആർ പെർഫെക്റ്റ്ലി ഡാർക്ക്, ദേ ആർ നോട്ട് പെർഫെക്റ്റ്ലി ഡാർക്ക് ആണ് ഡിഫ്രാക്ഷനിൽ. ഇന്റർഫറൻസിൽ ഡാർക്ക് ഫ്രിഞ്ചസ് ഓഫ് പെർഫെക്റ്റ്ലി ഡാർക്ക് ആർ പെർഫെക്റ്റ്ലി ഡാർക്ക്. ഇനി അടുത്തത് ഡിഫ്രാക്ഷനിൽ ദേ ആർ നോട്ട് പെർഫെക്റ്റ്ലി ഡാർക്ക്. ഇന്റർഫറൻസിൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആർ ഓഫ് സെയിം ഇന്റൻസിറ്റി, ഡിഫ്രാക്ഷനിൽ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആർ വേരിയിങ് ഇന്റൻസിറ്റി. അപ്പൊ ഇങ്ങനെ സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ ഒരു തവണ പറഞ്ഞു നോക്കും, ഒരു തവണ കാണാതെ പറഞ്ഞു നോക്കും. അങ്ങനെയാണ് വായിച്ചു നോക്കും, കാണാതെ പറഞ്ഞു നോക്കും. കുറച്ചും കൂടി ടഫ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നേരത്തെ എനിക്ക് ഡിഫ്രാക്ഷൻ ചെറിയ കൺഫ്യൂഷൻ ആയി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാണ്. ഇതേ മോഡലാണ് കെമിസ്ട്രി ഞാൻ പഠിക്കാറ് കേട്ടോ. അപ്പം ഇപ്പൊ ഇതൊരു 10:30 വരെ ഇരിക്കും. ഇന്നത്തെ എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല് മാത്സ് ഇന്ന് എനിക്ക് നോക്കാൻ പറ്റില്ല, ഫിസിക്സ് കെമിസ്ട്രി ഇന്ന് പഠിപ്പിച്ചത് ഇന്ന് പഠിക്കാനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പൊ ടീച്ചേഴ്സ് ഒരുപാട് എടുത്ത് പോകാറുണ്ട് പോർഷൻസ് തീർക്കാന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പെൻഡിങ് ഉള്ളത് സാറ്റർഡേ സൺഡേസിൽ നോക്കാനും അന്നു പഠിപ്പിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്തായാലും അന്ന് തന്നെ പഠിക്കാനാണ് പ്ലാൻ. കാരണം പിന്നീട് മാറ്റിവെക്കാനുള്ള സമയമില്ല പഠിക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാട്ടോ. നിങ്ങൾക്ക് പെൻഡിങ് വന്നിട്ട് ഇനി പഠിക്കാനുള്ള ടോപ്പിക് സാറ്റർഡേ സൺഡേ ലീവ് വരുമ്പോ കിട്ടുമ്പോ നോക്കാം. അല്ലാത്ത ദിവസങ്ങളിൽ അന്നു പഠിപ്പിക്കുന്ന അന്ന് പഠിക്കാൻ അതും ഇതും എല്ലാം ഒരുപാടായി പോകും. പിന്നെ ഞാൻ അതാണ് ഫിസിക്സും കെമിസ്ട്രി എടുത്ത് അത്യാവശ്യം പഠിക്കാനുണ്ട് ഇത് രണ്ടിലും. ഇതെന്തായാലും 10:30 വരെ ഞാൻ നോക്കും. കുറെ അങ്ങോട്ട് മുമ്പ് ഇരിക്കാൻ സമ്മതിക്കില്ല ഗൈസ്. എന്റെ രാവിലെ എനിക്ക് പഠിച്ചെന്നാണ് പറയാറ്. എനിക്കത് ഇഷ്ടമല്ലെങ്കിലും എന്താ ചെയ്യാ, നിങ്ങൾ എന്നെ പോലെയാണ്. അപ്പൊ കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് കുറെ പേര്. പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.